വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. റവ കൊണ്ട് എങ്ങനെ നമുക്കൊരു ഈസി അപ്പം തയ്യാറാക്കാം നോക്കാം. നമ്മളിവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ ഇതുപോലെ തന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള റവയായിരുന്നു. അപ്പം റവ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ഒരു 2 സ്പൂൺ മൈദയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈസ്റ്റ് നമ്മൾ ഒരു 1 സ്പൂണ്, അപ്പം ഇവിടെ 1 സ്പൂൺ കൊണ്ട് ഇത്രയോളം വരും, അത്രയും കൂടെ ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയും നമുക്കൊരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ മാവാകാൻ വേണ്ടി പഞ്ചസാരയും വേണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതിൽ കിട്ടത്തില്ല. ജസ്റ്റ് സ്പൂൺ വെച്ച് നമുക്കെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇളം ചൂടായിട്ടുള്ള 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ച് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. കൈകൊണ്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാവുന്നതാണ്. തണുത്ത വെള്ളത്തിനേക്കാട്ടിലും ഇളം ചൂടുവെള്ളം ആണെങ്കിൽ മാവ് പെട്ടെന്ന് പൊങ്ങി വരാൻ സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ റവയൊക്കെ പൊടിഞ്ഞ് നന്നായിട്ട് ചേർന്ന് വരുന്നതായിരിക്കും. അപ്പം മിക്സിയിലിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അടിച്ചെടുത്ത മാവിൻ്റെ ടെക്സ്ചർ ഇതാണ്. അപ്പോൾ നമുക്കിങ്ങനെ നല്ല സ്മൂത്തായിട്ടുള്ള മാവായിട്ട് കിട്ടും. നമുക്കതിനെ ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പം നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പമാവ് റെഡി ആയിട്ട് വരുന്നതായിരിക്കും. നമുക്കിതിനെ 1/2 മണിക്കൂർ അടച്ച് വെച്ചിട്ട് വെക്കാം. അപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ആവശ്യത്തിനായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ 1/2 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ തണുത്ത വെള്ളത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1 അവറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കൊരു പാനിൽ എണ്ണയൊക്കെ തടവിയിട്ട് നമ്മുടെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ റവ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പം നമ്മുടെ ഈ റവയപ്പം ഈ പൊട്ടറ്റോ കറിയൊക്കെ ഇല്ലേ, നല്ല കിഴങ്ങ് കറിയുടെ കൂടെയും സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല സ്മൂത്തുമാണ് കേട്ടോ. വിചാരിച്ചതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ്. കൊള്ളാം.